السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. സ്നേഹമുള്ള സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരുമിച്ചു കൂടുന്ന ഹിമായ ദർസിന്റെ തിരിച്ചറിവിന്റെ ക്ലാസ്സിലാണ് അൽഹംദുലില്ലാ നമ്മൾ ഉള്ളത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ജീവിതത്തെ നന്മയിൽ ക്രമീകരിക്കാനുമൊക്കെ നമുക്ക് ഈ ഒരു സദസ് നിമിത്തമായി മാറട്ടെ. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന്റെ തൗഫീക്ക് ലഭിക്കാനുള്ള 7 മാർഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ 7 കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മൾ റെഡിയാണെങ്കിൽ 7 എന്ന് ടൈപ്പ് ചെയ്യാം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ഒന്നാമത്തത്, 7 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറയാറുണ്ട്, അതൊക്കെ അള്ളാന്റെ തൗഫീഖാണ്, അതൊക്കെ തൗഫീഖ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ആ തൗഫീഖ് കിട്ടാൻ നമ്മൾ എന്തു ചെയ്യണം? അതിലൊന്നാമത്തത് നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. സതുദ്ദേശം, നല്ല ഉദ്ദേശം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് ഇതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതും ഇത് തന്നെയാണോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. മനുഷ്യന്റെ കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് ഉദ്ദേശങ്ങൾ കൊണ്ട് മാത്രമാണ്. ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവന് ലഭിക്കുന്നതാണ്. അഥവാ അള്ളാഹുവിന്റെ തൗഫീഖ് എന്റെ ജീവിതത്തിൽ വേണമെന്ന് ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇത് മാക്സിമം നന്നാക്കണം, ഇതെന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എനിക്കൊരു മറ്റൊരു ഉദ്ദേശവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ എന്റെ പ്രിയപ്പെട്ട റബ്ബിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. ഞാൻ മഗ്രിബ് നമസ്കരിച്ചത് എന്തിനാ? ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്തിനാ? ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോ അവിടെ ഞാൻ ക്ഷമിക്കുന്നത് എന്തിനാ? എനിക്കൊരേ ഒരു ലക്ഷ്യമുള്ളൂ, എന്റെ റബ്ബെന്നെ തൃപ്തിപ്പെടണം. എനിക്ക് ആ വാക്ക് മാത്രം ജീവിതത്തിൽ കേട്ടാൽ മതി. ആ ഇഖ്ലാസ്, ആ ആത്മാർത്ഥത, പ്രിയപ്പെട്ട സഹോദരിമാരെ, അത് ഉണ്ടാകാനുള്ള പരിശ്രമങ്ങളാണ് എനിക്കും നിങ്ങൾക്കും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഓരോ നിസ്കാരങ്ങളിലും ഓരോ ഇബാദത്തുകളിലും വീട്ടിൽ നമ്മൾ ചെയ്യുന്ന വീട്ടുജോലികളിൽ വരെ
അള്ളാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള സംഗതിയാകണം. ആ സതുദ്ദേശം ഉണ്ടാകുമ്പോഴാണ്, ആ ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ് റബ്ബിന്റെ തൗഫീഖിന്റെ ആദ്യ പടി കടന്നു വരുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് മോൻ അബ്ദുള്ള ചോദിക്കുന്നുണ്ട്, ഉപ്പ, ഈ നിയ്യത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ ഉപ്പ നിയ്യത്ത് നന്നാക്കുക? ആ സമയത്ത് മഹാനായ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി, തുജാഹിദു നഫ്സക്, നീ നിന്റെ മനസ്സിനോട് ജിഹാദ് ചെയ്യലാണ്. ഇദാ അറദ്ത അൻ തഅമല അമലൻ ലാ തുരീദു ബിഹി നാസ്, ഒരു നന്മ ചെയ്യാൻ നീ ഉദ്ദേശിച്ചു, ഒരു കർമ്മം ചെയ്യാൻ നീ ഉദ്ദേശിച്ചു, ആ കർമ്മം ചെയ്യുന്നതിലൂടെ ലാ തുരീദു ബിഹി നാസ്, ജനങ്ങളെ ഒരിക്കലും നീ ഉദ്ദേശിക്കരുത്. ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിലൂടെ ജനങ്ങൾ, ആളുകൾ എന്നെ പുകഴ്ത്തണം, ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം, ആളുകൾ എന്നെ പ്രശംസിക്കണം, അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും നേട്ടം എനിക്ക് ലഭിക്കണം. അതാകരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അജണ്ട. നമ്മൾ സ്വതക്ക കൊടുക്കുന്നത് ആളുകൾ പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല. നമ്മൾ നിസ്കരിക്കുന്നത്, നന്മകളിൽ മുന്നിൽ നടക്കുന്നത്, അത് നാലാളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഉദ്ദേശം ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും എന്റെ റബ്ബ് അറിയുന്നുണ്ട്. ആളുകൾ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അതല്ല അതെന്റെ അജണ്ടയെ അല്ല. എനിക്കൊരൊറ്റ ഉദ്ദേശം മാത്രം, എന്റെ റബ്ബിന്റെ തൃപ്തി എനിക്ക് കിട്ടണം. മഹാനായ യഹ്യ ഇബ്നു അബീ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, തഅല്ലമു നിയ്യ ഫഇന്നഹ അബ്ലഗു മിനൽ അമൽ. നിങ്ങൾ നിയ്യത്ത് പഠിക്കണം, നിങ്ങൾ നിയ്യത്ത് പഠിക്കണം. നിയ്യത്ത് നന്നാക്കുന്നത് എങ്ങനെ, അത് പരിശീലിക്കാൻ നിങ്ങൾ പഠിക്കണം. അത് കർമ്മങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം നിയ്യത്ത് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ കർമ്മങ്ങൾക്ക് വിലല്ല. അതുകൊണ്ട് കർമ്മം ഒരുപാട് സംഭവമാക്കുക എന്നുള്ളതല്ല, ചെയ്യുന്നത് ചെറിയ കർമ്മമാണെങ്കിലും അതിലെ നീയത്തുണ്ട്, അതിൽ ഇഖ്ലാസ് ഉണ്ട്, അതിൽ നീയത്ത് നന്നാക്കിയിട്ടുണ്ട് എങ്കിൽ ആ കർമ്മത്തിൽ ബറക്കത്ത് ഉണ്ടാകും, ആ കർമ്മത്തിൽ തൗഫീഖ് ഇറങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എല്ലാ സംഗതികളിലും നമുക്കുണ്ടാകേണ്ടത് ഈ ഇഖ്ലാസ് ആകണം. എനിക്ക് നന്നാവണം എന്നുള്ള ചിന്ത നമുക്കുണ്ടോ? നമുക്ക് ഏതെങ്കിലും ഒരു മോശപ്പെട്ട സ്വഭാവം മാറ്റണം എന്നുണ്ടോ? എനിക്കൊന്ന് നേരത്തെ എഴുന്നേൽക്കണം, എന്ന് തഹജ്ജുദ് നിസ്കരിക്കണം, സുബഹി ബാങ്ക് കൊടുത്ത ഉടനെ എനിക്ക് സുബഹി നിസ്കരിക്കണം. എന്റെ ജീവിതം എങ്ങനെ പോയാൽ പോരാ, മാറ്റങ്ങൾ വരണം. എന്റെ ദേഷ്യം നിയന്ത്രിക്കണം. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സംഗതികൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ, ആ കാര്യങ്ങളിലൊക്കെ അതിനൊക്കെ ഒരു തൗഫീക്ക് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇഖ്ലാസോട് കൂടെയാകണം. അള്ളാന്റെ പ്രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ഹൈ ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കണം. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ റെഡി ഓക്കെ ആണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീകുന്ന. രണ്ടാമത്തത് പ്രാർത്ഥനയാണ്. തൗഫീഖ് നൽകേണ്ടത് റഹ്മാനായ റബ്ബാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളത് ചോദിച്ചു വാങ്ങണം. ഒരു ചെറിയ കുട്ടി ഉമ്മയുടെ വസ്ത്രത്തിന്റെ അറ്റത്ത് പിടിച്ച് കരഞ്ഞ് 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 ചോദിച്ചു വാങ്ങുന്ന അവസ്ഥ നമ്മൾ കാണാറില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എത്ര പ്രാർത്ഥിക്കണം തൗഫീക്കിന് വേണ്ടി, നമ്മളെ ശരിയായ ഹിദായത്തിൽ നടത്താൻ വേണ്ടി. പക്ഷെ നമ്മൾ അങ്ങനെ മനസ്സറിഞ്ഞ് എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ ദുനിയാവിന്റെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പിടക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തേടിയെത്തുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ആരും കാണാതെ റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദുനിയാവല്ല, നന്മകളുടെ വിഷയത്തിൽ ആ ഒരു തൗഫീഖ് ഇറങ്ങാൻ, ഹിദായത്തിന്റെ എല്ലാ വശങ്ങളും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹ് പഠിപ്പിച്ച ഹിദായത്തുണ്ട്. ആ ഹിദായത്ത് പൂർണ്ണമായി കിട്ടാൻ വേണ്ടി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അത് തൗഫീഖിനെ ചോദിക്കലാണ്. നമ്മൾ ചോദിക്കണം അള്ളാഹിനോട്, മനസ്സറിഞ്ഞ് നമ്മൾ ചോദിക്കണം. ചോദിക്കാത്തതിന്റെ പേരിൽ ഹിദായത്തും തൗഫീഖും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഇദാ സഅലക ഇബാദി, സൂറത്ത് ബഖറയിൽ, എന്റെ അടിമകൾ നബിയെ അന്നി ഫഇന്നി ഖരീബ്, എന്നെ കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണ് എങ്കിൽ താങ്കൾ പറയുക, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. നമ്മൾ റെഡിയാണ്. ചോദിക്കാൻ നമ്മൾ റെഡി ഉണ്ടോ? മനസ്സാന്നിധ്യത്തോടു കൂടെ ഉറപ്പോട് ചോദിക്കാൻ നമ്മൾ റെഡി ഉണ്ടോ? പിടക്കുന്ന മനസ്സോട് കൂടെ അള്ളാഹുവിനോട് തേടാൻ നമ്മൾ റെഡി ഉണ്ടോ? എന്താ നമ്മൾ ചോദിക്കുന്നത്? തൗഫീഖിന് വേണ്ടിയിട്ടാണ്, നന്മയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, തിന്മയിലേക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അവിടുന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന സഹാബത്ത് പറയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ പേരിൽ അടിയുറപ്പിച്ച് നിർത്തണേ റബ്ബേ. റസൂലുള്ളാഹി തെറ്റിക്കപ്പെടുവോ? റസൂലുള്ളാഹി തെറ്റിക്കപ്പെടും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ തെറ്റിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ദിവസങ്ങൾ കഴിയുന്നു, നമുക്കൊരു പ്രശ്നമില്ല. ഖബറിലേക്കുള്ള ദൂരം കുറയുന്നു, നമുക്ക് പ്രയാസമില്ല. റബ്ബിനോട് എല്ലാ മേഖലയിലും ആ നന്മ മാക്സിമം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, തിന്മ പാടെ ഒഴിവാക്കാൻ, നമ്മുടെ അവയവങ്ങളെ തിന്മകളിൽ നിന്ന് സൂക്ഷിക്കാനുള്ള തൗഫീഖ്, അതിനുവേണ്ടി ഹൃദയം പൊട്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തവണ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ ഇന്ന് ഒരു തവണ അള്ളാഹു ദീനിൽ നമ്മളെ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. റബ്ബിന്റെ തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് രണ്ടാമത്തെ മാർഗം. കാരണം തൗഫീഖ് കൊടുക്കേണ്ടത് റഹ്മാനായ റബ്ബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു
അള്ളാഹുവേ, ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. ഞാൻ പ്രവർത്തിച്ചു പോയതിന്റെ ഷർറിൽ നിന്ന്, അതിന്റെ തിന്മയിൽ നിന്ന്. വമിൻ ശർരി മാ ലം അഅമൽ, ഞാൻ പ്രവർത്തിക്കാത്തതിന്റെ ഷർറിൽ നിന്നും. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, തിന്മകൾ, ആ തിന്മകൾ ഒരുപാട് അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഷർറുകൾ ജീവിതത്തിൽ വരാനുണ്ട്. ഒരൽപ്പ സമയത്തെ ആസ്വാദനത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞുപോയ വാക്കുകൾ, നമ്മൾ കണ്ടുപോയ കാഴ്ചകൾ, നമ്മൾ രസത്തിന് വേണ്ടി കേട്ടുപോയത്, സുഖത്തിന് വേണ്ടി ചെയ്തു പോയത്, അത് അവിടെ കൊണ്ട് തീരൂല. അതിന്റെ പ്രത്യാഘാതങ്ങളും അനന്തരഫലങ്ങളും ദുനിയാവിൽ വെച്ച് തന്നെ നമ്മളെ വേട്ടയാണ്. അള്ളാഹിനോട് പറയണം, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു. അബ്ബേ, ഞാൻ ചെയ്തു പോയതിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. ചെയ്യാത്തതിന്റെ ഷർറിൽ നിന്ന് അഭയം. ഒരു ഷർറും എന്നെ ബാധിക്കരുത്. ഷർറ് എനിക്ക് വേണ്ട. അള്ളാഹുവിനോട് തൗഫീക്കിനെ നമ്മൾ മനസ്സറിഞ്ഞ് ചോദിക്കുക. അതാണ് രണ്ടാമത്തത്. രണ്ട് ക്ലിയർ ആണെങ്കിൽ മൂന്നെന്ന് ടൈപ്പ് ചെയ്യും. മൂന്നാമത്തത് സത്യസന്ധമായ തവക്കുല. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. ദുനിയാവിന്റെ കാര്യമാകട്ടെ, എന്ത് കാര്യമാകട്ടെ, നമ്മൾ പടച്ചോനെ ഏൽപ്പിക്കുമ്പോ പടച്ചോന്റെ തൗഫീക്ക് കിട്ടാനുണ്ട്. നമുക്ക് ദുനിയാവിന്റെ പ്രശ്നങ്ങളാകരുത് വലിയ പ്രശ്നങ്ങളായി മാറേണ്ടത്. മഹാനായ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാചകം വിശുദ്ധ ഖുർആൻ പറയാണ്, വമാ തൗഫീഖി ഇല്ലാ ബില്ലാ, അള്ളാനെ കൊണ്ടല്ലാതെ എനിക്കൊരു തൗഫീഖും ഇല്ല. അലൈഹി തവക്കൽതു, അവന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. വ ഇലൈഹി ഉനീബ്, അവനിലേക്കാണ് എനിക്ക് ഖേദിച്ചു മടങ്ങാനുള്ളത്. അപ്പൊ തൗഫീക്ക് കിട്ടേണ്ടത് റഹ്മാനായ റബ്ബിൽ നിന്നാണ്. തൗഫീക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് ഇനാബത്ത്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലും. പക്ഷെ നമുക്ക് ആ ഭരമേൽപ്പിക്കുക എന്നുള്ള സംഗതി നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണ്ട സംഗതിയാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ, വ്യത്യസ്ത പ്രതിസന്ധികൾ നമ്മുടെ കൺമുന്നിൽ വന്നു നിൽക്കും. നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ കാരണങ്ങളുടെ പിന്നിലാണ് നമ്മൾ കൂടുതൽ അവലംബിക്കുന്നത്. അസുഖമാകാം, ഏത് സംഗതിയാകാം, നമ്മൾ കാരണങ്ങളാണ് നോക്കുന്നത്. കാരണങ്ങളിലാണ് നമ്മൾ എല്ലാ ശ്രദ്ധയും. ആ കാരണങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിലാണ് കൂടുതൽ നമ്മുടെ ആവലാതി ഉള്ളത്. പ്രിയപ്പെട്ടവരെ, കാരണങ്ങൾക്കപ്പുറത്തുള്ളവൻ റഹ്മാനായ റബ്ബിലാകണം നമ്മുടെ എല്ലാ പ്രതീക്ഷയും. ആ തവക്കുൽ ഇങ്ങോട്ട് ഇറങ്ങാണ്ട് എത്ര ഇറങ്ങിയിട്ടുണ്ട് ഹൃദയത്തിലേക്ക്, എത്ര നമ്മുടെ തവക്കുൽ ഇറങ്ങിയിട്ടുണ്ട്, എത്ര സ്ട്രോങ് ആയിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ തൗഫീഖ്, ആ തവക്കുൽ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നുവോ അവിടെ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളെടുത്ത്, മുഹമ്മദേ, എന്നിൽ നിന്ന് നിന്നെ ആരെ രക്ഷിക്ക എന്ന് വാള് ചൂണ്ടി ചോദിക്കുമ്പോ റസൂലുള്ളാഹിക്ക് എന്ത് ടെൻഷനാണുള്ളത്? അല്ലാഹ്, എന്റെ റബ്ബ് രക്ഷിക്കും. അതാണ് തവക്കുൽ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീഴാണ്. ഈ ഒരു അല്ലാഹ് എന്നുള്ള, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ
അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. 7 തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും സഹാബത്ത് ചൊല്ലിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രാർത്ഥന. അല്ലാഹുൽ തവക്കുലാക്ക്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുമ്പോ ഒരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാന്റെ നാമത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, അവനെ കൊണ്ടില്ലാതെ യാതൊരു ശക്തിയും ശേഷിയും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറയപ്പെടും ഹുദീത വകുഫീത വവുഖീത, നിനക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, പടച്ചോന്റെ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. വകുഫീത, നിനക്ക് ഈ പ്രാർത്ഥന ചൊല്ലിയത് തന്നെ നിനക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ മതിയായിട്ടുണ്ട്. വവുഖീത, നിനക്ക് പ്രൊട്ടക്ഷനും കിട്ടിയിട്ടുണ്ട്. ശൈത്താൻ ആ മനുഷ്യനെ തൊട്ട് മാറിപ്പോകും. എന്നിട്ട് ശൈത്താൻ മറ്റു ശൈത്താന്മാരോട് പറയും കൈഫലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വവുഖിയ, അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു മനുഷ്യനെ എങ്ങനെയാ നിങ്ങൾക്ക് തെറ്റിക്കാൻ പറ്റുക? അയാൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് അള്ളാഹു അയാളെ സംരക്ഷിച്ചിട്ടുണ്ട്, അള്ളാഹ് അയാൾക്ക് മതിയായവനാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അയാളെ തെറ്റിക്കാൻ പറ്റും? കാരണം അയാൾ അള്ളാഹുവിൽ തവക്കുലാക്കിയവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തവക്കുലൊക്കെ സ്ട്രോങ് ആണോ? നമ്മുടെ തവക്കുല് ചരടിലാണോ? നമ്മുടെ തവക്കുൽ ഏതെങ്കിലും വ്യക്തിയിലാണോ? നമ്മുടെ തവക്കുല് ഏതെങ്കിലും വസ്തുവിന്റെ മുകളിലാണോ? നമ്മുടെ തവക്കുല് ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തിയിലാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്? ഇത് ബിസിനസ് തനഹ എന്ന് പറഞ്ഞാൽ മാറിപ്പോകും അല്ലെ? ചില ആൾക്കാർ എന്റെ കച്ചവടം, എന്റെ ബിസിനസ്, എന്റെ കട, അവിടെ സംസാരത്തിലൊക്കെ അവരുടെ തവക്കുൽ പലപ്പോഴും അതിലാണ് എന്ന് തോന്നിപ്പോകും. ഇല്ല, അതൊക്കെ കാരണങ്ങളാണ്. അതിനൊക്കെ കാരണങ്ങളായേ നമ്മൾ കാണാൻ പറ്റും. അസുഖം വന്നു, നമ്മൾ മരുന്ന് കുടിക്കുമ്പോൾ മരുന്ന് അത് കാരണമാണ്. അതിനും അപ്പുറം അത് തൗഫീഖ് ഇറങ്ങാനുണ്ട്. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാറുള്ളൂ. അതുകൊണ്ട് തവക്കുൽ നമുക്ക് പൂർണ്ണമായി ഏൽപ്പിക്കാനുള്ളത് റഹ്മാനായ റബ്ബിൽ മാത്രമാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തൗഹീദ്, അതാണ് തവക്കുൽ. ആ റബ്ബിൽ ഭരമേൽപ്പിക്കുക, അള്ളാനെ ഏൽപ്പിക്കുക. അങ്ങനെ റഹ്മാനായ റബ്ബിനെ ഏൽപ്പിക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. അതാണ് മൂന്നാമത്തത്. 3 ക്ലിയർ ആണെങ്കിൽ 4 എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, 4-മത്തത് ഇസ്ലാമികമായ വിജ്ഞാനം നേടുക എന്നുള്ളതാണ്. ദീൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരാൾക്ക് തൗഫീഖ് ലഭിക്കണമെങ്കിൽ, ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അയാൾക്ക് ഇൽമുണ്ടാകണം. അള്ളാഹ് എന്തു പറഞ്ഞു, പ്രവാചകൻ എന്ത് പറഞ്ഞു, ഈ വിഷയത്തിൽ എന്താണ് തൗഫീഖിന്റെ മാർഗം എന്താണ്, നമ്മൾ അറിയണം. അറിയുമ്പോഴല്ലേ നമുക്കത് പകർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സുബഹ് നമസ്കാര ശേഷവും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾ സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവിനെയാണ് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. വരിസ്ഖൻ തയ്യിബ, നല്ല റിസ്കിനെ, നല്ല ഉപജീവനത്തെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന കർമ്മത്തെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. 3 കാര്യം.
അള്ളാഹിനോട് സുബൈക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, സുബഹി നിസ്കാരത്തിന് ശേഷം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമായി സ്വീകരിക്കപ്പെടുന്ന കർമ്മത്തിന് മുമ്പ്, നല്ല ഉപജീവനത്തിന് മുമ്പ് എന്താണ് ഇൽമുൻ നാഫിഇനെ ചോദിക്കാൻ കാരണം എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾക്ക് ഹലാലായ ഉപജീവനവും ഹറാമായ ഉപജീവനവും വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാൾക്ക് ഇൽമു വേണം, അറിവ് വേണം. ഒരാൾക്ക് സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും തള്ളപ്പെടുന്ന കർമ്മങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാൾക്ക് ഇൽമുൻ നാഫിഉ വേണം, ദീനിപരമായ വിജ്ഞാനം വേണം. ഞാൻ എന്ത് വിശ്വസിക്കണം, തെറ്റായ വിശ്വാസങ്ങളിൽ ഞാൻ ഒരിക്കലും അകപ്പെടാൻ പാടില്ല. ഞാൻ എങ്ങനെ ഇബാദത്തുകൾ ചെയ്യണം, പ്രവാചകൻ പഠിപ്പിക്കാത്ത രീതിയിൽ ഇബാദത്ത് ഞാൻ ചെയ്തുകൂടാ. ഇതിനൊക്കെ എന്ത് വേണം? നമുക്ക് അറിവുണ്ടാകണം. അതുകൊണ്ട് എപ്പോഴും അറിവിന്റെ വഴിയിൽ ഒരു വിദ്യാർത്ഥിയായി നമ്മൾ മാറണം. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അല്ല, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ദീൻ പഠിക്കുന്ന ആളുകളുള്ളത്. നമ്മളിപ്പോ ദീനാണ് കേൾക്കുന്നത്. പേനയെടുത്ത് പുസ്തകമെടുത്ത് നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റുഡന്റായി, ഒരു വിദ്യാർത്ഥിയായി, ഒരു ത്വാലിബുൽ ഇൽമായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻസലക ത്വരീഖൻ, ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചു. എന്താ വഴിയുടെ പ്രത്യേകത? യൽതമിസു ഫീഹി ഇൽമൻ, അറിവ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ വഴിയിൽ പ്രവേശിച്ചത്. നമ്മൾ ആ വഴിയിലാണ്. ഓരോ ദർസു ക്ലാസ്സുകളും ആ വഴിയിലാണ്. സഖലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അയാൾക്ക് അവൾക്ക് എളുപ്പാക്കി കൊടുക്കും. നമ്മൾ ദീൻ പഠിക്കുന്ന വഴിയിൽ നമ്മളുണ്ടോ എങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് തരും. നമ്മൾ ദീൻ പഠിക്കുന്ന വഴിയിലില്ലേ, ആ തൗഫീഖ് നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എത്രത്തോളം ശ്രദ്ധയായിരുന്നു മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത്. മഹാനായ ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ വയസ്സായ സമയത്ത്, അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ എഴുത്തുപകരണങ്ങളും മഷിക്കുപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ എങ്ങട്ടാ? അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാടമാക്കിയ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയ, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച, ഒരുപാട് ശിഷ്യഗണങ്ങളെ ദീൻ പഠിപ്പിച്ച ഒരു മദ്ഹബിന്റെ ഇമാമായി പോലും ഇന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ഇമാമുസ്സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ദീനിന്റെ വിരോധികളെ മുട്ടുകുത്തിച്ച വലിയ പണ്ഡിതൻ, നിങ്ങളെങ്ങട്ടാ പഠിക്കണത്, നിങ്ങളെങ്ങട്ടാ പോണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയാം? മിനൽ മിഹ്ബറത്തി ഇലൽ മഖ്ബറ, മഷിക്കുപ്പിയിൽ നിന്ന് ഈ ദീനിന്റെ പഠനം ഏതുവരെ? മഷിക്കുപ്പി മുതൽ ഖബർസ്ഥാനി വരെയാണ്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തണം, എന്റെ ആത്മാവ് റബ്ബ് തിരിച്ചെടുക്കണം, അതുവരെ ഞാൻ വിദ്യാർത്ഥിയാണ്. അതാണ് ഒരു വിശ്വാസിയുടെ മൈൻഡ് സെറ്റ്. ഞാനൊക്കെ കുറച്ച് പഠിച്ചിരിക്കണം, അതൊക്കെ മതി എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മൾ റീതിങ്ക് ചെയ്യണം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കണം, ദീൻ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ പണ്ഡിതന്മാര് പറയുന്നത് ഇത് ഫിത്നയുടെ കാലഘട്ടമാണ്. ദേഹേച്ഛകളിലാകുന്ന ഫിത്നയുമുണ്ട്, ശുബ്ഹാത്താകുന്ന മനുഷ്യരെ സന്ദേഹങ്ങൾ, സംശയങ്ങൾ ദീനിന്റെ വിഷയത്തിൽ ഇട്ടുകൊണ്ട് തെറ്റിക്കുന്ന
2 ഫിത്നകൾ അരങ്ങ് തകർക്കുന്ന കാലഘട്ടമാണിത്. ഇവിടെ എന്താ പരിഹാരം? ഒരൊറ്റ പരിഹാരമുള്ളൂ: ദീന് പഠിക്കുക, ദീന് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്ന് എന്താ ദീനിൽ നിന്ന് പുതുതായി പഠിച്ചത്? നമ്മൾ ഇന്നലെ എന്താ പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ യഥാവിധി പഠിച്ചതെന്താ? നമ്മൾ പകർത്തിയതെന്താ? പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് റബ്ബിന്റെ തൗഫീഖാണ് വേണമെങ്കിൽ, അതാണ് വേണ്ടതെങ്കിൽ, അള്ളാഹുവിന്റെ ഹിദായത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ഹിദായത്തിന്റെ തൗഫീഖിന്റെ വഴി അള്ളാന്റെ ഖുർആനിൽ നിന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കണ്ടേ ഞാൻ എൻ്റെ സംസാരത്തിൽ തിരുത്തേണ്ടത് എന്താണ് എന്ന്? ഞാൻ എൻ്റെ വിശ്വാസത്തിൽ എന്ത് അപാകതയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന്? എന്റെ ഇബാദത്തുകളിൽ എനിക്ക് നഷ്ടപ്പെട്ട ഹിദായത്തിന്റെ വശമേതാണെന്ന് നമുക്ക് എപ്പോഴാ അറിയാന്നറിയോ? നമ്മൾ ദീൻ പഠിക്കുമ്പോഴാണ്. 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഒരു ദിവസം 1 മണിക്കൂറല്ല. അവിടുത്തെ ജീവിതം മുഴുവൻ ഇസ്ലാമികമായ പാഠങ്ങളും നമ്മൾ പകർത്താനുള്ള തിരിച്ചറിവുകളാണ്. നമ്മൾ എന്താ പഠിക്കണത്? തൗഫീഖ് കിട്ടണോ, ഹിദായത്ത് കിട്ടണോ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അൽഹംദുലില്ലാ, ഇന്നൊക്കെ അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിൽപ്പെട്ടതാണ് നമ്മുടെ ദർസൊക്കെ. നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതൊക്കെ മിസ്സാക്കൂല നമ്മൾ തീരുമാനിക്കാം. മിസ്സാക്കാൻ പിശാച് പരിശ്രമിക്കും. ഇൻഷാ അല്ലാഹ് ഹിമായുടെ കീഴിൽ തന്നെ നമുക്ക് നമ്മൾ നടത്തിയിരുന്ന സംഗതിയാണ് ഉസൂൽ എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഉസൂൽ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ സഹോദരിക്ക് അവൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഇസ്ലാമികമായ അടിസ്ഥാനങ്ങൾ. വിശ്വാസത്തിൽ എന്ത്, ഇബാദത്തുകളിൽ എന്ത്, അവളെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരേണ്ട വശങ്ങൾ എന്ത്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 3 മാസത്തെ ഒരു കോഴ്സ്. അൽഹംദുലില്ലാ, നമ്മളത് കുറച്ച് ബാച്ചുകൾ നമ്മൾ സംഘടിപ്പിച്ചു. കുറച്ചായി അത് ഇപ്പോ നടന്നിട്ട് കുറച്ചായി. ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. അടുത്ത 2 മാസത്തിനുള്ളിൽ ആ കോഴ്സ് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സഹോദരിമാരുടെ ജീവിതം മാറ്റിയ സംഗതി എന്താ വെച്ചാല്, നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നില്ല, നിങ്ങൾ പഠിക്കണം, ഉപയോഗപ്പെടുത്തണം. കാരണം കൃത്യമായൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ ഇന്ന് ഡിസ്ട്രാക്ഷന്റെ കാലഘട്ടമാണ്. പലപ്പോഴും തെറ്റിക്കപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകും. ഇൻഷാ അല്ലാഹ് വരും. അജറ മാം വരും ഇൻഷാ അല്ലാഹ്. അതിന്റെ സമയമാകുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുക. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അത് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു പോകുന്നതിനപ്പുറത്ത് അതിനുള്ള യഥാർത്ഥ പരിഹാര മാർഗങ്ങൾ കൂടി അൽഹംദുലില്ലാ ഹിമായിൽ ക്രിയേറ്റ് ചെയ്തതിന്റെ സിസ്റ്റം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇൽമു ഹാദി തൗഫീഖ്, ഇൽമാണ് തൗഫീഖിനെ കൊണ്ടുവരിക. വൽ ജഹ്ലു സായിഖുൽ ഖിദ്ലാൻ, അറിവില്ലായ്മ എന്നുള്ളത് പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഗതിയാണ്. അള്ളാഹ് കയ്യൊഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇൽമ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ നേടുക. ക്ലിയർ ആണെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യാം. അഞ്ചാമത്തത്, നല്ല ആളുകളുമായി സൗഹൃദം പുലർത്തണം. നമ്മൾ ആരോട് ഇടപെടുന്നുവോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ തൗഫീഖ് ഉണ്ടാകുക. നമ്മൾ കൂടുതൽ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരായി കൊണ്ടു നടക്കുന്ന ആളുകളുടെ നല്ല സ്വഭാവങ്ങൾ, അതിൻ്റെ ഒരു ഗുണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും.
മോശപ്പെട്ട സ്വഭാവങ്ങളാണെങ്കിൽ അത് നമ്മളിലേക്ക് പകർന്നു വരുന്ന അവസ്ഥ ഉണ്ടാകും. അവര് ഗീബത്ത് പറയുന്നവരാണ്, എപ്പോഴും ഗീബത്ത് പറയും, നമ്മളും ഗീബത്ത് പറയുന്നവരായി മാറും. അവർ കാണുമ്പോഴൊക്കെ ദീനിന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, പുതിയ പഠിച്ച പാഠങ്ങളെ കുറിച്ചാ പറയുന്നത്, അള്ളാഹുവിലേക്ക് നമ്മളെ ഓർമ്മപ്പെടുത്താണ്. സ്വാഭാവികമായും അവർ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഫല്യൻദുർ അഹദുക്കും മയ്യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇന്ന് പലപ്പോഴും മനുഷ്യന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ്. സ്വന്തം ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, റബ്ബിനേക്കാൾ, നിസ്കാരത്തേക്കാൾ, എന്തിനേക്കാളുമേറെ നമ്മൾ ഇതിനാണോ കൂടുതൽ സമയം കൊടുക്കുന്നത്? അതിൽ കാണുന്ന കാഴ്ചകൾ എന്ത്? നമ്മൾ ആലോചിക്കണം. അവിടെ എന്റെ ഹിദായത്തും എന്റെ തൗഫീക്കും ഓരോ ദിവസവും അത് കാർന്നു തിന്നുന്നുണ്ടോ? എന്നിൽ നിന്ന് ഊരിയെടുക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അതല്ല, ഞാനതൊക്കെ നന്മയിൽ ആണ് ഉപയോഗിക്കുന്നത്, എന്റെ തൗഫീഖും എന്റെ ഹിദായത്തും വർദ്ധിപ്പിക്കാനായിട്ടാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മൾ ദർസിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത് ആ തൗഫീഖും ഹിദായത്തും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ വർദ്ധിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഇടപെടൽ, നമ്മൾ കൂട്ടുകൂടുന്നത് ആരുമായിട്ടാകണം? അത് ദീനുള്ളവരുമായിട്ടാകണം, നന്മയുള്ളവരായിട്ടും ആകണം. ആറാമത്തത്, പരലോകത്തെ കുറിച്ച് നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. നമുക്ക് തൗഫീഖ് വേണോ? നമുക്ക് ഹിദായത്ത് വേണോ? നമ്മൾ കടന്നു പോകേണ്ട ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ കഴിയും. നമ്മളിങ്ങനെ ചിന്തിക്കണം, ഞാനൊക്കെ ഇനി എത്ര കാലം ജീവിക്കും? പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ശിഷ്ടകാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബേജാറോട് കൂടെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കണില്ല. നമുക്ക് ചിന്തിക്കാൻ തന്നെ പേടിയാണ്. നമുക്ക് ചിന്തിക്കാൻ തന്നെ പേടിയാണ്. നമുക്ക് ഇനി എത്ര ഉണ്ടാകും ബാക്കി? നബി പറഞ്ഞത് 60-ന്റെയും 70-ന്റെ ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ പ്രായം എന്നാണ്. അതിൽ ഏകദേശം പകുതി എന്ത് കഴിഞ്ഞു? നമ്മുടെ പ്രായപൂർത്തിയാകാത്ത കാലഘട്ടം കഴിഞ്ഞു. പിന്നെ ആയുസിന്റെ പകുതി ഏകദേശം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഏകദേശം 8 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങാണ് ചെയ്യുന്നത്. ഏകദേശം കൂട്ടിക്കോളും 8 മണിക്കൂർ. പിന്നെ ബാക്കി 16-ൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്ത്? നമുക്ക് എവിടെ സമയമുള്ളത്? എവിടെ നമുക്ക് സമയം എവിടെയുള്ളത്? ഇനി അള്ളാഹ് വെച്ച ഡേറ്റ് അത് ചിലപ്പോ അടുത്ത മാസം ഒരു തീയതി, നമ്മൾ തിരിച്ചു പോകേണ്ട തീയതി റഹ്മാനായ റബ്ബ് വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ പോണം. നമ്മളെ പ്രിയപ്പെട്ട മക്കളോട്, ഭർത്താവിനോട് ചിലപ്പോ ഒന്ന് യാത്ര ചോദിക്കാൻ പോലും സമയം കിട്ടാതെ പുതിയ ലോകത്ത് നമ്മൾ കണ്ണു തുറക്കൂലേ? അതിനെക്കുറിച്ച് നമ്മൾ, ആ ദിവസത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ തൗഫീഖും ഹിദായത്തും കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ചിന്ത എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് വരുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഹിദായത്തിന്റെ പ്രകാശം ഒന്നുകൂടി പ്രശോഭിക്കും. ആ ദിവസം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അള്ളാഹ് പറയാം,
ലിയജ്സിയല്ലദീന അസ്സാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. നല്ല ചെയ്ത ആളുകൾക്ക് നല്ലത് കൊടുക്കണ്ടേ? തെറ്റ് ചെയ്തവർക്ക്, ചിന്മ ചെയ്തവർക്ക്, തോന്നിയതുപോലെ ജീവിച്ചവർക്ക് അവർ ചെയ്തതിന്റെ പരിണിത ഫലം അവർ അനുഭവിക്കണ്ടേ? വരും. ഒന്നും വിടൂല, ഒന്നും മിസ്സായി പോകൂല. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ. ഒക്കെ അള്ളാന്റെ രേഖയിൽ ഉണ്ടാകും, കിതാബിൽ ഉണ്ടാകും. ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണെന്ന് കുറ്റവാളികൾ അന്തം വിട്ടു പറയുന്ന അവസ്ഥ. അള്ളാഹു കാക്കട്ടെ. അപ്പൊ നമ്മുടെ ചിന്തയിൽ മുഖ്യ അജണ്ട എന്താകണം? ആഖിറമാകണം. ദുനിയാവിലെ പ്രശ്നങ്ങളല്ല, ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. പരലോകമൊക്കെ ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാ വരാനുള്ളത് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന വ്യക്തി വരെ എന്ന് ചിന്തിച്ച് ജീവിച്ചിരുന്നവർ പലരും ഇന്ന് ഇവിടെ അല്ല. അവർ 6 അടി മണ്ണിലാണ് ഇപ്പൊ കിടക്കുന്നത്. പടച്ചോനെ, ഇപ്പൊ കിടക്കേണ്ടി വരുന്ന, ഇപ്പൊ ഞാൻ കിടക്കുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച്, ഈ ഒരു വീടിനെ കുറിച്ച് എന്തേ ഞാൻ ദുനിയാവിൽ നിന്ന് ചിന്തിക്കാതെ പോയത്? അവരെ സങ്കടം അതാണ്. പടച്ചോനെ, ഇങ്ങോട്ട് വേണ്ട പണി എടുത്തിട്ടില്ലല്ലോ. എന്റെ ചിന്തകളിൽ എപ്പോഴും ദുനിയാവായിരുന്നു, ഇവിടുത്തെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ കിടക്കാനുള്ള, പോകാനുള്ള അനശ്വരമായ ഈ ലോകത്തെക്കുറിച്ച് അതൊരു അജണ്ടയെ ആയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു. ഒരാളുടെ മുഖ്യ അജണ്ട, ഒരാളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത ആഖിറമായി മാറിയാൽ, സോനെ നിസ്കാരത്തിന് സമയമല്ലോ, എനിക്ക് നിസ്കരിക്കണം. പ്രശ്നം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം, എനിക്ക് പാരായണം ചെയ്യണം. അദ്കാർ സ്വബാഹിന്റെ സമയമല്ലോ, എനിക്ക് ദിക്ർ ചൊല്ലണം. ഞാൻ അവിടെ അങ്ങനെയാണല്ലോ സംസാരിക്കേണ്ടത്, റസൂൽ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പരലോകത്ത് മറുപടി കൊടുക്കേണ്ടി വരുമല്ലോ. ഇതാണ് ഒരു വിശ്വാസിയുടെ മൈൻഡ് സെറ്റ്. അങ്ങനെ ജീവിച്ചാൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ട് കൊടുക്കും, സമാധാനം ഇട്ട് കൊടുക്കും. വജമഅ ലഹു ശംല, അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും, അവളുടെ എല്ലാ പ്രശ്നങ്ങളും അള്ള ഏറ്റെടുക്കും, അള്ള ക്രമീകരിച്ചു കൊടുക്കും, അള്ള റെഡിയാക്കി കൊടുക്കും. വഅതതുഹു ദുനിയ വഹിയ റാഗിമ, ദുനിയാവ് കീഴൊതുങ്ങി അവനെ തേടി ഇങ്ങോട്ട് വരും. ഇതാര് പറയാം? ആര് പറയാം? എത്രയെത്ര സംഭവങ്ങളുണ്ട്. നമ്മള് ദീനിനും ആഖിറത്തിനും പ്രാധാന്യം കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കാര്യങ്ങൾ പടച്ചു റെഡിയാക്കി തരും. ദുനിയാവിന്റെ പിന്നാലെ എങ്ങനെ പോവുക, ദീനും നമ്മളെ ഇബാദത്ത് അതൊക്കെ അവിടെ ഇട്ട്, അതൊക്കെ സെക്കൻഡറി, അതൊക്കെ ഒരു സൈഡ് സംഗതി ആയിട്ട് കാണാം. അവർക്ക് ദുനിയാവും കിട്ടൂല, ആഖിറവും കിട്ടൂല. ശരിക്കും മനസ്സിലാക്കിക്കോ. എന്നാൽ ദുനിയാവിന് ആഖിറത്തിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയുടെ പ്രശ്നങ്ങൾ റബ്ബ് പരിഹരിച്ചു കൊടുക്കും. ആര് പറഞ്ഞതാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, അപ്പൊ പരലോകത്തെ കുറിച്ച് ചിന്തിക്കുക, അത് മുഖ്യ അജണ്ടയാക്കി മാറ്റുക. അതാണ് 6ാമത്തത്. 6 ക്ലിയർ ആണെങ്കിൽ 7 എന്ന് ടൈപ്പ് ചെയ്യുക. ലാസ്റ്റത്തെ പറയാം. ഏഴാമത്തത് ഇബാദത്തുകളിൽ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ മതി. ഇതന്നത് എത്രയോ ധാരാളം. ഖുർആൻ ഒരു പേജ് തന്നെ ഇഷ്ടം പോലെയാണ്. ഈ ദിക്റൊക്കെ മതി. സുന്നത്ത് നിസ്കാരമൊന്നും വേണ്ട, ഫർള് നിസ്കരിച്ചിട്ടിയാൽ മതി. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹിദായത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുക, തൗഫീക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുക. കാരണം
ഫറലായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഫറലുകൾ വീഴ്ച വരുത്തിയാലും വലിയൊരു പ്രശ്നം തോന്നൂല. എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങൾ അടക്കം നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുന്നത്ത് നിസ്കാരം മിസ്സാക്കുമ്പോ തന്നെ ഭയങ്കര പ്രയാസക്കാർ. അതുകൊണ്ട് നമുക്ക് ഇബാദത്തുകൾ മാക്സിമം ഇബാദത്ത് എന്ത് ചെയ്യാൻ പറ്റും അതിൽ കഠിനാധ്വാനം ചെയ്ത സലഫുകൾ, മുൻഗാമികൾ, നമ്മൾ ഓരോ വർഷവും ഓരോ മാസവും കഴിയുമ്പോൾ നമ്മുടെ ഇബാദത്തുകൾ അതിൽ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്നുണ്ടോ? ഓരോ റമദാനുകൾ കഴിയുമ്പോഴും മെച്ചപ്പെടുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ മാർഗത്തിൽ അങ്ങേയറ്റം കിണഞ്ഞു പരിശ്രമിക്കുന്നവർക്ക്, കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ലനഹ്ദിയന്നഹും സുബുലന, അല്ലാഹ് വഴി കാണിച്ചു കൊടുക്കും, അല്ലാഹ് തൗഫീഖ് കൊടുക്കും, അല്ലാഹ് ഹിദായത്ത് കൊടുക്കും. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അല്ലാഹ് മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിലാണ്, നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. കാരണം ആ നന്മ ചെയ്യുന്നവർ പരിശ്രമിക്കുന്ന ആളുകളാണ്. ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. എന്താ അല്ലാഹ് പറഞ്ഞത്? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറദ്തു അലൈഹി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. എന്റെ അടിമ ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്ത് എന്നോട് അടുത്തുകൊണ്ടിരിക്കും. അതിനുശേഷം സുന്നത്തായ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും, ഞാൻ അവനെ സ്നേഹിക്കും. കാരണം എന്താ? അവന് കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അത് നന്നായി ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവൻ കാണുന്ന കണ്ണ് ആയി മാറും. അഥവാ അവൻ എനിക്ക് ഇഷ്ടപ്പെട്ടതേ കാണുള്ളൂ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ കാണുള്ളൂ. അവൻ കേൾക്കുന്ന കാത് ഞാനായി മാറും, അവൻ പിടിക്കുന്ന കൈ ഞാനായി മാറും, അവൻ നടക്കുന്ന കാല് ഞാനായി മാറും. അവൻ എന്നോട് ചോദിച്ചാൽ ലഉഅതിയന്നഹു, അവന് ഞാൻ കൊടുക്കും. അവൻ എന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവന് അഭയം നൽകും. അത് വേറെ റേഞ്ചിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ കാരണം? നമ്മൾ ഇബാദത്തുകളിൽ കൂടുതൽ കൂടുതൽ പരിശ്രമിച്ച് കൂടുതൽ ഇബാദത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ തൗഫീഖാണ്. ജീവിതത്തിൽ പാപങ്ങളോട് വിട പറഞ്ഞ് തിന്മകളിൽ നിന്ന് മാറി, എത്രത്തോളം തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കുന്നു അത്രത്തോളം തൗഫീഖ് നഷ്ടപ്പെടും, ഹിദായത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ ഒരു ഗൗരവത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബിനോട് തൗഫീഖിനെ ചോദിച്ച് ഈ പറയുന്ന 7 കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഹിമായുടെ ഒരു പാരന്റിങ് വെബിനാർ മദ്രസ രക്ഷിതാക്കൾക്കുള്ളതാണ്. എന്നാൽ പൊതുവിൽ എല്ലാവർക്കും, പിന്നെ ഗൾഫിലെ പാരന്റ്സ് ഒക്കെ ഓൾറെഡി ഇപ്പൊ നാട്ടിലാണുള്ളത്. മക്കളുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്ന സംഗതിയാണ് മൊബൈൽ തടവറയിൽ നിന്ന് എങ്ങനെ മക്കളെ രക്ഷിക്കാം. അല്ലാത്ത ആളുകളൊക്കെ പൊതുവിൽ ഉപ്പമാരുടെ ഒക്കെ ഒരു ആശങ്കയാണ്, മൊബൈലിൽ നിന്ന് എങ്ങനെയാണ് മൊബൈലിന്റെ തടവറയിൽ നിന്ന്, അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതിനുള്ള ഒരു കൃത്യമായ ഗൈഡൻസ് നൽകുന്ന ഒരു വെബിനാറാണ് നാളെ ഇൻഷാ അല്ലാഹ് പിന്നെ ഹിമായ സംഘടിപ്പിക്കുന്നത്. ഷംജാസ് കെ അബ്ബാസ് എന്ന് പറയുന്ന പുതിയ തലമുറയിലെ ഫാക്കൽറ്റിയാണ് അൽഹംദുലില്ലാഹ് ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്കൊക്കെ നമ്മുടെ ദർസിന്റെ ഗ്രൂപ്പിലൊക്കെ ഇൻഷാ അല്ലാഹ് വരും. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവരും ലൈവിൽ തന്നെ കയറി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ ശരിയായി അറിയാനും മനസ്സിലാക്കാനും പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ രാത്രിയാണ്, രാത്രി 8:30 ആയിരിക്കും, 8:30 ഇൻഷാ അല്ലാഹ്.